ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് 4-5 ദിവസത്തിലേറെ ആയി കേട്ടോ. എനിക്കത് സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അതെന്താണെന്ന് വെച്ചാൽ തൊട്ട് വീട്ടിൽ മതിലിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിക്കാർ വന്നു. ആദ്യത്തെ മതിൽ ഇടിച്ചു. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ തെങ്ങൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയിൽ ഫുള്ള് പയർ പടർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വല കെട്ടിയിട്ട് നേരെ ടെറസിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അത്യാവശ്യം പയറും ഇലയും ഒക്കെ ഞാൻ കറി വയ്ക്കാനും ഉപ്പേരി വെക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്കത് ധാരാളമായിരുന്നു കേട്ടോ. അത് ഏകദേശം ഉപയോഗിച്ച് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വൃത്തിയാക്കണം വിചാരിക്കും. ഇന്നാവട്ടെ നാളാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെക്കും. പിന്നെ നല്ല വെയിലുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നല്ല അങ്ങനെ പടർന്ന് നിൽക്കുകയാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പൂച്ചൂട്ടുകൾ എപ്പോഴും അതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്നതുകൊണ്ട് നമുക്കതിന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ പണിക്കാർക്ക് അതൊരു ഡിസ്റ്റർബാണെന്ന് തോന്നി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കലും അവിടെ ക്ലീൻ ചെയ്യലും ഒക്കെ കുറച്ചൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ താഴെ നിറയെ പുല്ലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം അങ്ങോട്ട് അത് ഓൾറെഡി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗം ജസ്റ്റ് ഇങ്ങനെ അടിച്ചൂരി പോകുമെന്നല്ലാതെ പുല്ലൊന്നും പറിക്കാനൊന്നും നിൽക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. അന്നത്തെ ദിവസം പിന്നെ എനിക്ക് തീരെ വയ്യാതായി. അങ്ങനെയൊക്കെ ആയിട്ടാണ് 2-3 ദിവസം കഴിഞ്ഞത് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അധികം ഇലച്ചെടികളാണ് കേട്ടോ കൂടുതൽ. ഞാൻ പൂക്കൾ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 4-5 ടൈപ്പ് മാത്രമേ ഇവിടെ പൂക്കളുള്ളൂ. അതധികവും വെയിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വെയിലുള്ളൊരു ഏരിയ ആയിരുന്നു ആ പയർ പടർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ വിചാരിക്കുന്നത് അവിടെ ആ ഒരു തെങ്ങ് നന്നായിട്ട് വളച്ച് കെട്ടി തേച്ച് നല്ലൊരു ഭംഗിക്ക് വൃത്തിയാക്കി. പിന്നെ ആ ഭാഗത്ത് കുറച്ച് മണ്ണും അതുപോലെ ഒരു തെങ്ങ് മുറിച്ചതിൻ്റെ വേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പണിക്കാരെ വിളിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് വേണം ഇലച്ചെടികളുടെ കൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ്, കാരണം വെയിലധികം വേണമല്ലോ ഫ്ലവേഴ്സ് ആകുമ്പോൾ. അപ്പോൾ ആ ഭാഗം അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ള ചെടികളെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഭയങ്കര ചെടികൾ, അത്രയും ക്രേസാണ് ഉമ്മാക്ക് ചെടി. അപ്പോൾ ഉമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ. ഉമ്മാക്ക് ഇലച്ചെടികളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഉമ്മാൻ്റെ അടുത്ത് 1-2 ഉള്ളതിൽ നിന്നൊക്കെ ചെറിയ ഓരോ പീസ് കട്ടിങ്സ് കൊടുന്ന് വെച്ചതായിരുന്നു. അത് ഇവിടെ കൊടുന്ന് 9 മാസമായി കേട്ടോ. ഈ 9 മാസത്തിൻ്റെ ഉള്ളിൽ അതിന്ന് വേറെ ഒന്ന് ഉണ്ടാവുന്നത് അങ്ങനെ പിരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ആക്കിയത് കേട്ടോ. ഇലച്ചെടികളാകുമ്പോൾ അത്യാവശ്യം വെയിൽ വേണം, അങ്ങനെയൊന്നുമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വളർത്തുന്നത്. ഇതിപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്തായാലും ഇതൊക്കെ ഇവിടുന്ന് മാറ്റി ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോത്ത് ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർ ഈ ഒരു ട്രിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.